ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന കേന്ദ്രമായ മിസ്പ കേന്ദ്രത്തിൽ വെച്ച് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷവും വാർഡ് മെമ്പറിന് സ്വീകരണവും നടത്തി. മിസ്പയിലെ കുട്ടികളുടെ കരോളും കലാപരിപാടികളും നടന്നു. ക്രിസ്തുമസ് പുതുവർഷ ആഘോഷ ഉദ്ഘാടനം വാർഡ് മെമ്പർ ബാബുജി നിർവഹിച്ചു. രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നതിലും ആരുമായിട്ട് ഒരു തർക്കത്തിലോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഞാൻ പോവുകയില്ല. എന്റെ ലക്ഷ്യം ഞാൻ സ്നേഹിക്കുന്നവരുമായിട്ട് ഇടപെടലിൽ പോവുക എന്നതാണ് എൻ്റെ ഒരു കർത്തവ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കായംകുളം കാക്കനാട് 13-ാം വാർഡിൽ നിന്നും ജയിച്ച ബാബുജിക്ക് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. PTA പ്രസിഡന്റ് സരസൻ സി നായർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ശോഭ സതീഷ് മുഖ്യ സന്ദേശം നൽകി. ശ്രീലത അജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി ആശിഷ് വർഗീസ്, മിസ്പ സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ ബി സജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഡിസംബർ മാസം 25-ാം തീയതിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതാണ് ലോകത്തിലുള്ള 90% ആൾക്കാരും അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു 10% ആൾക്കാരെങ്കിലും പറയുന്നത് യേശു ഡിസംബർ 25-നല്ല ജനിച്ചത്, പ്രത്യുത മാർച്ച് മാസം 6-ാം തീയതിയാണെന്നാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, യേശു ജനിച്ചു, അത് സത്യമാണ്. തുടർന്ന് ക്രിസ്തുമസ് കേക്ക് മുറിച്ച് എല്ലാവർക്കും നൽകി. മിസ്പയിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപക അനധ്യാപക ജീവനക്കാർ ക്രിസ്തുമസ് ഗാനം അവതരിപ്പിച്ചു. ഡയറക്ടർ PTA എക്സിക്യൂട്ടീവിനും മാതാപിതാക്കൾക്കും മിസ്പയിലെ സ്റ്റാഫുകൾക്കും പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നമ്മെ വിട്ടുമാറുകയില്ല എന്ന വിശുദ്ധ ബൈബിൾ വാക്യം ഉദ്ധരിച്ച് പുതുവത്സരാശംസകളും നേർന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.